തീപിടുത്തമുണ്ടായ കോഴിക്കോട് മെഡിക്കൽ കോളേജ് PMSSY കെട്ടിട നിർമ്മാണത്തിൽ ഗുരുതര പിഴവുണ്ടെന്ന് PWD ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. തീയും പുകയും പടരുന്നത് നിയന്ത്രിക്കാനായി സ്ഥാപിച്ച ഫയർ ഡാമ്പർ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്ന് റിപ്പോർട്ട്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, എന്താണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്? നമ്മൾ കണ്ടതാണ് ഈ തീപിടുത്തവുമായി സംബന്ധിച്ച് ഈ കെട്ടിട നിർമ്മാണത്തിൽ അഴിമതി ഉണ്ടായിട്ടുണ്ടെന്ന ആരോപണമായി BJP ഉൾപ്പെടെ രംഗത്ത് വന്നത്. എന്നാൽ ആ ആരോപണം ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ PWD ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ കണ്ടെത്തൽ പുറത്തു വന്നിരിക്കുന്നത്. 177 നിർമ്മാണ പിഴവുകൾ കണ്ടെത്തി എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ തീയും പുകയും പടരുന്നത് നിയന്ത്രിക്കാൻ പോലും സ്ഥാപിച്ച ഈ ഫയർ ഡാമ്പർ കൃത്യമായി പ്രവർത്തിച്ചിട്ടില്ല. UPS ബാറ്ററികളും സ്വിച്ചുകളും പാനലുകളും സ്ഥാപിച്ചതിലും പിഴവുണ്ട്. UPS ബാറ്ററിയും സ്ഥാപിച്ചത് ഇടുങ്ങിയ മുറികളിലാണ് തുടങ്ങിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മാത്രമല്ല, ഈ ഇടുങ്ങിയ മുറികളിൽ വായു സഞ്ചാരമില്ലെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ താപനില സുരക്ഷിതമായി ക്രമീകരിക്കുവാനുള്ള കൂളിംഗ് സംവിധാനം ഒന്നും തന്നെ ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ 2023-ലും 2024-ലും ഈ പരിശോധന നടത്തിയിരുന്നുവെന്നും ആ പരിശോധനയിൽ ഇത്തരത്തിലുള്ള പിഴവുകൾ നേരത്തെ തന്നെ കണ്ടെത്തി ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചതാണെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നിട്ട് പോലും യാതൊരു തരത്തിലുള്ള നടപടിയോ അത് പരിഹരിക്കുവാനുള്ള സംവിധാനങ്ങളോ അധികൃതർ കൈക്കൊണ്ടില്ല എന്നത് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ എടുത്തു കാണിക്കുന്നത്. നിലിമ, പാവപ്പെട്ട ജനങ്ങളുടെ ജീവന് യാതൊരു തരത്തിലുള്ള വിലയും ഇല്ലാത്ത രീതിയിൽ പെരുമാറിയതിന്റെ ഫലം തന്നെയാണിത്. നമുക്കറിയാം, PMSSY ബ്ലോക്ക് പ്രധാനമന്ത്രിയുടെ 177 കോടി രൂപയാണ് അന്ന് ഈ കെട്ടിടം നിർമ്മിക്കുവാൻ വേണ്ടി കേന്ദ്രം അനുവദിച്ചു നൽകിയത്. അതിലാണ് ഇത്തരത്തിലൊരു ക്രമക്കേട് ഉണ്ടായത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നീലിമ.